നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹെൽത്തി ആണെന്നും അതുപോലെ തന്നെ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ടാണ്. അതായത് മാതള നാരങ്ങ വെച്ചുള്ള ലസ്സി. ലസ്സി എന്ന് പറയുമ്പോൾ നമുക്ക് പല ഫ്ലേവറിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ തന്നെ 2-3 ഫ്ലേവറുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഞാൻ ഐസൊന്നും ഇട്ടിട്ടില്ല, ഐസ് ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ കൊറോണയുടെ സമയമായതുകൊണ്ട് തണുപ്പുള്ള കാര്യങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇന്ന് മദേഴ്സ് ഡേ ആണ്. നമുക്ക് അമ്മേനെ ഓർമ്മിക്കാൻ പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമില്ല അല്ലേ? എങ്കിൽ പോലും എല്ലാവരും എന്താ പറയാ, അമ്മയുടെ കൂടെയുള്ള പിക്ചറൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു. ആകപ്പാട് സെൻഡ് ചെയ്തിരിക്കുകയാണ്. അമ്മേനെ കാണാൻ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇനി എപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വരണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അതിനുള്ള മൂടൊന്നും ഉണ്ടായില്ല. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വരാം. അതായത് റവ കേക്ക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ റവയൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ചോളൂ. 2 ഗ്ലാസ് റവ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കും കേട്ടോ. ബാക്കി നമുക്ക് നാളെ റെസിപ്പിയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പൊമഗ്രാനേറ്റ് വെച്ചിട്ടുള്ള ലസ്സി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള പൊമഗ്രാനേറ്റ് വെച്ചിട്ടുള്ള ലസ്സി ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് ലസ്സി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഷേക്ക് പോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലസ്സി എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടി കണ്ടിട്ട് ഒരു വലിയ മാതള നാരങ്ങയുടെ കുരുവെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മാതള നാരങ്ങ എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മാതള നാരങ്ങ പൊമഗ്രാനേറ്റ് പഞ്ചിൻ്റെ വീഡിയോ കണ്ടാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി നന്നായിട്ട് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ജ്യൂസറോ എടുക്കുക. അതിലോട്ട് നമ്മുടെ മാതള നാരങ്ങയുടെ അല്ലി ഇട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ മാതള നാരങ്ങ എന്നിട്ട് പറയുക ഇതിന്. പല നാടുകളിലും പല പേരാണ്. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്തായാലും. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. മധുരം അനുസരിച്ച് കേട്ടോ. ഇതിൻ്റെ അളവ് ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. ആദ്യം തന്നെ ഇത് നന്നായിട്ടങ്ങ് അടിക്കാം. ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പം നല്ല പേർപ്പിൾ കളർ വന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇതിലോട്ട് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് വീണ്ടും അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോകുന്നത് ഇതിലോട്ട്. ഞാൻ ഒരുപാട് തിക്കായിട്ടുള്ള ലസ്സി അല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ലൂസായിട്ടുള്ള ലസ്സിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ തൈര് തന്നെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുക്കും. ഇത് ഞാനൊന്ന് അരിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പം ഇവിടെ അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് ഈ സെയിം കളർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കുക കേട്ടോ. അപ്പോൾ നല്ല പേർപ്പിൾ കളറായിരിക്കും. നമ്മളിപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് കുറച്ചും കൂടെ ലൈറ്റായിട്ട് മാറും. ഇപ്പോൾ ഈ സെയിം ജാറിലോട്ട് തന്നെ ഒരു ഗ്ലാസ് തൈര്, ഒരുപാട് പുളിയുള്ള തൈര് പാടില്ല, ചെറിയ പുളിയുള്ള തൈര് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം അതും നന്നായിട്ടൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിൽ കൂടെ വീണ്ടും ഞാൻ ഒഴിക്കുകയാണ്. കാരണം ആ കളറ് വീണ്ടും വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുമിച്ച് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒറ്റയടിക്ക് അടിക്കുക കേട്ടോ. ഞാൻ ഈ മാക്സിമം കളറൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ തൈര് അടിച്ചതിലോട്ട് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലൈറ്റായിട്ടൊരു പേർപ്പിൾ കളർ വന്നിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിച്ച് സെർവ് ചെയ്യാം. ഇപ്പോൾ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് ഞാൻ ഐസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. തണുപ്പില്ലാത്ത ജ്യൂസാണ്. ഈ സമയത്ത് അധികം തണുപ്പുള്ള ഐറ്റംസ് കഴിക്കുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് കൂടുതലും ചൂടുള്ള ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാനിതൊന്നും തണുപ്പിക്കാത്തത്. ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരം മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തൈരായിരുന്നു അത് കേട്ടോ. ഇതിനേക്കാളും നല്ല മാതള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല പേർപ്പിൾ കളർ കിട്ടും കേട്ടോ. ഇതിപ്പോൾ പേർപ്പിളാണ്, പക്ഷെ ലൈറ്റായെന്ന് മാത്രം. ലാവൻഡർ ആയിപ്പോൾ ഇത് ലാവൻഡർ കളറാണത്. അങ്ങനെ നമ്മുടെ മാതള നാരങ്ങ ലസ്സി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതിൽ കുറച്ച് കുറവുണ്ടല്ലേ? ഓക്കെ, സൂപ്പർ ഗുഡ്. അതൊന്നും ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാതള നാരങ്ങ ലസ്സി. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നില്ല, സൂപ്പർ ടേസ്റ്റാണ്, ഡെയിലി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.